ഞാൻ ജീവിച്ചതും വളർന്നതുമൊക്കെ മതേതര ഇന്ത്യയിലാണ്. ആ മതേതര ഇന്ത്യയിൽ തന്നെ മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് അന്തരിച്ച ഫലി എസ് നരിമാൻ എന്നോ പറഞ്ഞു വെച്ച വാക്കുകളാണ്. അദ്ദേഹം വളർന്ന ഇന്ത്യ മതേതരമായിരുന്നു. അദ്ദേഹം മരണപ്പെട്ട ഇന്ത്യ മതേതരത്വം വെല്ലുവിളി നേരിടുന്ന കാലത്തുമാണെന്ന വ്യത്യാസമുണ്ട്. ഫലി എസ് നരിമാൻ നിയമജ്ഞനും ഭരണഘടനാ നിയമവിദഗ്ധനുമാണ്. താഴെ തട്ടിൽ നിയമ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അങ്ങേ തലയ്ക്കൽ സുപ്രീം കോടതിയിൽ വരെയുള്ളവർ അദ്ദേഹത്തെ കണ്ടും കേട്ടും വിലയിരുത്തിയും വളർന്നവരാണ്. ഇന്ത്യയുടെ ഭരണഘടനാ ചരിത്രവും ഭരണഘടനാ നിയമവ്യാഖ്യാനങ്ങളും ഇന്നത്തെ രീതിയിൽ രൂപപ്പെടുന്നതിൽ ഫലി നരിമാനും അവിഭാജ്യമായ കടപ്പാടുകളുണ്ട്. അദ്ദേഹം 1971 ഇന്ത്യയിലെ സീനിയർ അഭിഭാഷകനായി. 1991 മുതൽ 2010 വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ ബാർ അസോസിയേഷന്റെ അധ്യക്ഷനായി ചുമതല വഹിച്ചു. ഇന്ത്യയിലെ വിഖ്യാതമായ പല കേസുകളിലും നരിമാൻ സുപ്രീം കോടതിയിൽ വാദിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റിനുള്ള ഇന്ത്യൻ കൊളീജിയം സിസ്റ്റം സ്ഥാപിക്കപ്പെട്ട കേസിലും ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ സുപ്രീം കോടതി റദ്ദ് ചെയ്യുന്ന കേസിലും പാർലമെന്റിന് മൗലികാവകാശം റദ്ദാക്കാനുള്ള അധികാരമില്ലെന്ന് വിധിച്ച ഗോലഖ്നാഥ് കേസിലുമൊക്കെ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്ന നരിമാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അഡീഷണൽ സോളിസിറ്റർ പദവി രാജിവെക്കുകയുണ്ടായി. ഒടുക്കം അദ്ദേഹത്തിന്റെ മകൻ രോഹിൻടൻ നരിമാൻ സുപ്രീം കോടതി ജഡ്ജിയായി എന്നതൊക്കെ ചരിത്രം. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദ് ചെയ്തതിനെ അംഗീകരിച്ച സുപ്രീം കോടതി വിധിയെ വിമർശിച്ചും ഇലക്ടോറൽ ബോണ്ട് റദ്ദ് ചെയ്ത വിധിയെ അനുകൂലിച്ചുമൊക്കെ അദ്ദേഹം അവശതകളിലും മുഖ്യധാരയിലുണ്ടായിരുന്നു. രാജ്യം അദ്ദേഹത്തിന് 1991 പത്മഭൂഷണും 2007 പത്മവിഭൂഷണും നൽകി ആദരിക്കുകയുണ്ടായി. 1999, 2005 കാലയളവിൽ പാർലമെന്റിൽ രാജ്യസഭയിലേക്ക് അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തു. ഭരണഘടനാ നിയമങ്ങളിൽ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയതിന്, സുപ്രീം കോടതിയുടെ ഇടനാഴികളിൽ കൊളീജിയത്തിനും സെക്യുലറിസത്തിനും ന്യൂനപക്ഷ അവകാശങ്ങൾക്കും സ്വതന്ത്ര ജുഡീഷ്യറിക്കുമൊക്കെ വേണ്ടി ഒച്ചയുണ്ടാക്കിയതിന് നിയമരംഗത്തെ അതികായന് അന്ത്യാഞ്ജലി നേരുന്നു.